വൽ മഅദൂമു ലൈസ ബിഷൈഇൻ, മഅദൂമ് ഇല്ലാത്ത സാധനം ലൈസ ബിഷൈഇൻ അതൊരു ഷൈ അല്ല. ഒരു സാധനം ഇല്ല എന്നതിൻ്റെ മേൽ വിധി വെച്ചാൽ അത് പിന്നെന്തല്ല, അതൊരു ഷൈ അല്ലാത്തത് കൊണ്ടാണ് അതിനെ അദമ് പറഞ്ഞത്. ഇൻ ഉരീദ ബിഷൈഇ, ഷൈ കൊണ്ട് ഉദ്ദേശിച്ചാൽ അസാബിത്തുൽ മുഹഖിഖു അലാ മാ ദഹബ ഇലൈഹിൽ മുഹഖിഖൂന, മുഹഖിഖീങ്ങൾ ബോധപ്രകാരം മുഹഖിഖായ സാബിത്തായ ഒന്ന് എന്നാണ് ഷൈഇനെ നമ്മൾ അർത്ഥം വെക്കുന്നതെങ്കിൽ മഅദൂമായ വസ്തു എന്തല്ല, മഅദൂം എന്തല്ല, ഷൈ അല്ല. മിൻ അന്ന ഷൈഇയ്യത തുസാവിൽ വുജൂദ വസ്സുബൂത, ഒരു ഷൈഇയ്യത്ത് തുസാവിൽ വുജൂദ വുജൂദിനോടും വസ്സുബൂത്ത് സുബൂത്തിനോടും വൽ അദമ സുബൂത്ത് വല്ല അദമോ അദമ യുറാദിഫു നഫിയ, നഫിനോട് അദമ് മുറാദിഫായി വരും. ഇപ്പോൾ ഒരു സാധനം അദമ് എന്ന് പറഞ്ഞാൽ നഫിയാണ്, അതിൻ്റെ മുത്തറാദിഫാണ് ഇല്ല എന്നാണ് അർത്ഥം. ഒരു സാധനം ഉണ്ട് പറഞ്ഞാലോ വുജൂദുമാണ് സുബൂത്തുമാണ്. ഇങ്ങനെ മുഹഖിഖീങ്ങൾ പോയത് പ്രകാരം നോക്കുമ്പോൾ മഅദൂമായ സാധനം ലൈസ ബിഷൈഇൻ, അതെന്തല്ല, ഒരു ഷൈ അല്ല. ഫഹദ ഹുക്മുൽ ളറൂറിയ്യുൻ, ഇത് ളറൂറിയായ ഹുക്കുമാണ്. ലം യുനാസിഫി ഇല്ലൽ മുഅ്തസിലത്തു, മുഅ്തസിലികളല്ലാതെ അതിൽ തർക്കിച്ചിട്ടില്ല. അൽ ഖായിലൂന ബി അന്നൽ മഅദൂമൽ മുംകിന സാബിത്തുൻ ഫിൽ ഖാരിജ്, മുംകിനായ മഅദൂമ് ഖാരിജിൽ സുബൂത്തുണ്ട് എന്ന് വാദിച്ച് ടീമല്ലാതെ ഒരു മനുഷ്യന്മാരെന്ത് വാദിച്ചിട്ടില്ല. പിന്നെ ഇല്ലാത്തൊരു സംഗതി ഒരു ഷൈ ആണ്. ഷൈ എന്ന് പറഞ്ഞാൽ അതുണ്ട്, പിന്നെ അതിൻ്റെ മേലെന്താണ് അദമ് കൊണ്ട് വിധിച്ചതാണ്. ഇപ്പോൾ അള്ളാഹ്ക്ക് ശരീക്കുണ്ട് എന്ന് പറഞ്ഞാൽ നിലവിലൊരു ശരീക്കുണ്ട്, എന്നിട്ട് അള്ളാഹ്ക്ക് ഇല്ല എന്ന് പറഞ്ഞതാണോ? ഇല്ല. അള്ളാഹ്ക്ക് എന്തെന്നല്ല, ശരീക്കില്ല, അതിനെന്തുമില്ല, വുജൂദുമില്ല. വൈൻ ഉരീദ അന്നൽ മഅദൂമ ലാ യുസമ്മ ഷൈഅ, മഅദൂമിന് ഷൈ എന്ന് പേര് പറയപ്പെടില്ല എന്ന് ഉദ്ദേശിക്കപ്പെട്ടാലോ അപ്പോൾ ബഹസുൽ ലുഗവിയ്യുൻ, അതൊരു ലുഗവിയായ ചർച്ചയാണ്. മബിനീൻ അലാ തഫ്സീരി ഷൈഇ, ഷൈഇൻ്റെ തഫ്സീറിൻ്റെ മേലിൽ എടുക്കപ്പെടുന്ന അന്നഹുൽ മൗജൂദു, മൗജൂദാണോ, അവിൽ മഅലൂം അല്ലെങ്കിൽ മഅലൂമാണോ, ഔ മാ യസിഹു അൻ യുഅ്ലമ ഔ യുഖ്ബറ അൻഹു, അല്ല അതിനെ തൊട്ട് ഇൽമ് പറയപ്പെടാനും ഖബർ പറയപ്പെടാനൊക്കെ പറ്റുന്ന ഒന്നാണോ. ഫൽ മർജു ലിൽ നഖൽ, അപ്പോൾ പിന്നെ നഖലിലേക്ക് പോകണം. തത്തബുഇ മവാരിദിൽ ഇസ്തിമാൽ, ഇസ്തിമാലിൻ്റെ ഇടങ്ങളൊക്കെ തത്തബു ചെയ്ത് പരിശോധിച്ച് നോക്കിയിട്ടാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പറയാൻ പറ്റുള്ളൂ. വഫീ ദുആഇൽ അഹ്യാഇ, ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ദുആയിലുണ്ട്. ആർക്കലിൽ അംബാത്തി, അംബാത്തുകൾക്ക്, വസ്വദക്കത്തിഹിം, അവർക്ക് സ്വതക്ക കൊടുക്കുന്നതിലും, അത് സ്വതക്കത്തിൽ അഹ്യാഇ അൻഹും, ജീവിക്കുന്ന ആളുകൾ അവർക്ക് സ്വതക്ക കൊടുക്കുന്നതിലുണ്ട്. അയ്യാലിൽ അംബാത്തി, മരിച്ചവരെ തൊട്ട് എന്തുണ്ട്, നഫ്ഉൻ ലഹും, അവർക്ക് നഫ് ഉണ്ട്. അയ്ലിൽ അംബാത്തി, അംബാത്തുകൾക്ക് എന്തുണ്ട്, നഫ് ഉണ്ട്. ഖിലാഫിൽ മുഅ്തസിലത്തി, മുഅ്തസിലികൾക്കെതിരെ തമസ്സുക്കൻ, അവർ ഉറപ്പിച്ചു പിടിച്ചു. ബി അന്നൽ ഖളാഅ ലാ യതബദ്ദലു, ഖളാഅ് എന്താവില്ല, തബദ്ദലാവുകയില്ല. വകുല്ലു നഫ്സി മർഹൂനത്തുൻ ബിമാ കസബത്, ഓരോ ശരീരവും ആ ശരീരം നേടിയതുകൊണ്ട് മർഹൂനാണ്. വൽ മർഉ മുജ്സിഉൻ ബി അമലി, ഒരു വ്യക്തി അവൻ്റെ അമല് കൊണ്ട് ജസാ നൽകപ്പെടും. ലാ ബി അമലി ഗൈരിഹി, ഗൈറിൻ്റെ അമല് കൊണ്ടല്ല എന്ന് മുഅ്തസിലികളുടെ വാദം, കാലത്തുള്ള കുറച്ച് വഹാബികളുടെ വാദം. വലന, നമുക്ക് പറയാം, മാ വറദ ഫിൽ ഹദീസി സിഹാഹി മിന ദുആഇ ലിൽ അംവാത്ത്, അംവാത്തുകൾക്കുള്ള ദുആകൾ സ്വഹീഹായ ഹദീസിൽ ധാരാളം വന്നിട്ടുണ്ട്. ഖുസൂസൻ ഫി സ്വലാത്തുൽ ജനാസ, പ്രത്യേകിച്ച് സ്വലാത്തുൽ ജനാസയിലുള്ള ദുആകളൊക്കെ മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ടല്ല, അവർ ആഖിറം വെളിച്ചമാകാൻ, പാപം പുറത്തു കൊടുക്കാൻ, ഇണകളെയും തുണകളെയും നൽകാൻ, സാന്ത്വനം സമാധാനം ഒക്കെ നൽകാൻ വേണ്ടിയിട്ടുള്ള ഭൗതികവും മറ്റു മേഖലയിലുള്ള ദുആകളൊക്കെ ധാരാളം അതിൻ്റെ വിശദീകരണമായി നിസ്കാരത്തിലുണ്ടല്ലോ. വഖദ് തവാറസഹു സലഫു, സലഫ് അതിനെ ഏറ്റെടുത്തിട്ടുണ്ട്. ഫലൗ ലം യകുൻ ലിൽ അംവാതി നഫ്ഉൻ ബിഹി, ഉപകാരമില്ലെങ്കിൽ, ലമാ കാന ലഹു മഅന, അതിനക്ക് എന്തില്ല, മാനല്ല. അപ്പോൾ നമ്മളെ സലഫുകളായ ആളുകളൊക്കെ അത് ചെയ്യുകയും അവരത് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഉപകാരമില്ല എന്നുള്ള വാദം വിദണ്ഡ വാദമാണ്. ഖാല അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ മിൻ മയ്യിത്തിൻ, ഒരിറ്റ മയ്യിത്തുമില്ല, യുസല്ലി അലൈഹി ഉമ്മത്തു മിനൽ മുസ്ലിമീന, മുസ്ലിമീങ്ങൾപ്പെട്ടൊരു കമ്മ്യൂണിറ്റി നിസ്കരിക്കുന്നു. യബ്ലഗൂന മിയത്തൻ, 100 കുല്ലുഹും യതശ്ഫഊന ലഹു, 100ഓളം ആളുകൾ ശഫാഅത്ത് ചെയ്യുന്നു.
ഇല്ലാ ശുഫിഉ ഫീഹി, അവരിൽ ശുപാർശ ചെയ്യപ്പെട്ടിട്ടല്ലാതെ ഇല്ല. വൻ സഅദ് ബിൻ ഉബാദത്ത് റളിയല്ലാഹു അൻഹു ഖാല യാ റസൂലല്ലാഹ് ഇന്ന ഉമ്മ സഅദിൻ മാതത്ത്, സഅദിൻ്റെ ഉമ്മ മരിച്ചു നബിയേ. ഫയ്യ സ്വതക്കത്ത് അഫ്ളലു, ഞാൻ അവർക്ക് ഏത് സ്വതക്കയാണ് നബിയെ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്? ഖാല അൽമാ, വെള്ളം. അങ്ങനെ ഫഹഫറ ബിഇറൻ, ഒരു കിണറിൽ എന്ത് ചെയ്തു? കിണർ കുഴിച്ചു. വഖാല, പറഞ്ഞു ഹാദിഹി ലുമ്മി സഅദ്, ഇത് സഅദിൻ്റെ ഉമ്മക്കുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കൂ, മരിച്ചുപോയ തൻ്റെ ഉമ്മക്ക് കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അഭിപ്രായം ചോദിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ ശിർക്കും കുഫ്റുമായിട്ടൊന്നും എണ്ണി കാണിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പറഞ്ഞു. അപ്പോൾ മരിച്ചവർക്ക് സ്വതക്കെട്ടുന്നതിൻ്റെ പുണ്യവും അത് വെള്ളമാകുന്നതിൻ്റെ പുണ്യവും എല്ലാം അവിടെ സുവ്യക്തമാണ്. വഖാല അലൈഹി സ്വലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അദ്ദുആഉ യറുദ്ദുൽ ബലാഅ, ദുആ ബലാഇനെ തട്ടും. സ്വതക്കത്തു തുത്ഫിഉ ഗളബ റബ്ബി, റബ്ബിൻ്റെ ദേഷ്യത്തെ സ്വതക്ക മായ്ച്ചു കളയും, കെടുത്തിക്കളയും. വഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നൽ ആലിമ വൽ മുതഅല്ലിമ ഇദാ മറ അലാ ഖറിയത്തിൻ, ഒരു ഗ്രാമത്തിലൂടെ ആലിമ മുതഅല്ലിമ നടന്നു പോയി കഴിഞ്ഞാൽ ഫഇന്നല്ലാഹ തആല യർഫഉൽ അദാബ മഖ്ബറതി തിൽക്കൽ ഖറിയത്തി, ആ നാടിൻ്റെ മഖ്ബറയത്തോട് അല്ലാഹു തആല ഖബർ ശിക്ഷയെ ഉയർത്തും. 40 യൗമാ, 40 ദിവസം. അപ്പോൾ നോക്കൂ, ഇതെല്ലാം ഇപ്പോൾ മരിച്ചെടുക്കുന്ന ആളുകൾ ചെയ്തതാണ്. അവരുടെ നാട്ടിലൂടെ ഒരു പണ്ഡിതനോ ഒരു വിദ്യാർത്ഥിയോ നടന്നു പോയത് അവർ ചെയ്ത പുണ്യമാണോ? പക്ഷെ അതിൻ്റെ ഗുണം അവർക്ക് കിട്ടുന്നുണ്ട്. വൽ ഹദീസു വൽ ആസാറു ഫി ഹാദൽ ബാബി അക്സർ മിൻ അൻ തുഹ്സ, അതൊക്കെ കണക്കാക്കപ്പെടുന്നതിനേക്കാൾ അപ്പുറം നിലയിലാണുള്ളത്. വല്ലാഹു തആല യുജീബു ദഅവാതി, അല്ലാഹു തആല ദുആകൾക്ക് ഉത്തരം നൽകുന്നു. വഖലിൽ ഹാജാത്ത്, ആവശ്യങ്ങൾ വീട്ടുന്നു. ലഖൗലിഹി തആല ഉദ്ഊനി അസ്തജിബ് ലക്കും. അപ്പം നമ്മൾ എന്താക്കുക, അള്ളാഹുവിനോട് ദുആർക്കും. അത് മയ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ എന്ത് ചെയ്യും? അല്ലാഹു തആല മയ്യത്തിന് വേണ്ടിയുള്ള കൊടുക്കും. ഇതിനും അങ്ങനെ കൈകാര്യങ്ങൾ മാറി മാറി അവിടെ പോകുന്നുണ്ട്. വലിയ കൗലി അലൈഹി സ്വലാത്തു വസ്സലാം, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുണ്ട്, ഇസ്തജാബുലിൽ അബ്ദി, അടിമക്കുത്തരം നൽകപ്പെടും. മാലം യദ്ഉ ബി ഇസ്മിൻ, തെറ്റും ഔ ഖത്വിയത്തി റഹ്മിൻ, കുടുംബ ബന്ധവിച്ഛേദനവും അല്ലാതെ, മാലം എസ്തേജിൽ, ഉളരിക്കുകയും ചെയ്യാതെ. മാലം എസ്തേജിൽ എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ ദുആയിരുന്നു കിട്ടിയിട്ടില്ല എന്ന്. അപ്പോൾ എപ്പോഴൊക്കെയാണ് അടിമക്ക് കൂലി കിട്ടുക? ഇസ്തിജാല് കാണിക്കാത്തപ്പോൾ, കുടുംബ ബന്ധം മുറിക്കുന്നത് ദ്വാർക്കാതിരിക്കുമ്പോൾ, തെറ്റ് ദ്വാർക്കാതിരിക്കുമ്പോൾ, ബാക്കി എന്ത് ചോദിച്ചാൽ അല്ലാഹു തആല കൊടുക്കും. അപ്പോൾ മരണപ്പെട്ടു പോയ ആളുങ്ങൾക്ക് വേണ്ടിയിട്ട്, സഹോദരനുക്ക് വേണ്ടിയിട്ട്, അയൽവാസിക്ക് വേണ്ടിയിട്ട്, ഉസ്താദിന് വേണ്ടിയിട്ട്, ശിഷ്യന് വേണ്ടിയിട്ട്, മകൾക്ക് വേണ്ടിയിട്ട്, മകനക്ക് വേണ്ടിയിട്ടൊക്കെ അല്ലാഹു തആല ചോദിച്ചാൽ അല്ലാഹു തആല കൊടുക്കൂലാന്നോ? അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഖുസൂസം പറയണ്ടേ? ഉത്തരം കിട്ടാത്ത സാധനങ്ങൾ. അപ്പോൾ ദുആക്ക് ഉത്തരം കിട്ടുമെന്ന വിഷയത്തിൽ അത് സംശയമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറ്റെല്ലാം അവിടെ തെളിവാണ്. വലിയ കൗലി അലൈഹി സ്വലാത്തു വസ്സലാം, ഇന്ന റബ്ബകുൻ ഹയ്യിയുൻ കരീമുൻ, അല്ലാഹു തആല വലിയ മാന്യനും സദാ ജീവുള്ളവനുമാണ്. യസ്തഹീ മിൻ അബ്ദിഹി, അല്ലാഹു തആല തൻ്റെ അടിമയിൽ നിന്ന് ലജ്ജിക്കുന്നു. ഇദാ റഫഅ യദൈഹി ഇലൈഹി, അല്ലാഹുവിലേക്ക് കരമുയർത്തിയാൽ, അൻ യറുദ്ദഹുമാ സിഫ്റാ, അതിനെ പൂജ്യമായിട്ട്, അതിനെ കയ്യിലൊന്നുമില്ലാതെ നിരാശയോടെ മടക്കാൻ അല്ലാഹു തആലാക്ക് ഹയാ ഉണ്ട്. നേരെ ഞാൻ വെച്ചറിഞ്ഞ റബ്ബക്കും ഹയ്യും എന്നൊക്കെ അല്ലാഹു തആല ലജ്ജയുള്ളവനാണ്. അപ്പോൾ തന്നോടൊരാൾ അടിമ 2 കരങ്ങളും നീട്ടി റബ്ബിനോട് ചോദിച്ചിട്ട് അത് കൊടുക്കാതിരിക്കാൻ അല്ലാഹു തആല, അങ്ങനെ അത്ര അത് കൊടുക്കാതിരിക്കാൻ മാത്രം അല്ലാഹു തആല അമാന്യനല്ല. അല്ലാഹു തആല ആരാണ്? മാന്യനാണ്. അല്ലാഹു തആല പെണ്ണ് നൽകും. അപ്പം മരണപ്പെട്ടവർക്ക് ചോദിച്ചാൽ, അവർക്ക് മഗ്ഫിറത്ത് ചോദിച്ചാൽ, അവർക്ക് പൊറുക്കാൻ വേണ്ടി ചോദിച്ചാൽ, മറ്റവർക്ക് സ്വർഗം ചോദിച്ചാൽ, അതൊക്കെ എന്തു തന്നെയാണ്? ഒരാളുടെ ദുആയാണ്. ദുആക്ക് അല്ലാഹു തആല അതിന് ഉത്തരം കൊടുക്കുമെന്ന് അല്ലാഹു തആല തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. വഅലം അന്നൽ ഉംദത ഫീ ദാലിക, അതിലുള്ള ഒരു ഉംദ സിദ്ഖു നിയ്യത്ത് നന്നാവണം. വഖുലൂസു തുവിയ്യതി, നമ്മുടെ മത്തുവിയത്ത് തുവ, അവിടെയുള്ള നമ്മുടെ ആ കൂടിച്ചേരലും സംഗമങ്ങളും അതൊക്കെ എന്ത് ചെയ്യണം? ആ വിഷയങ്ങളൊക്കെ നിഷ്കളങ്കമായിരിക്കണം. ഹുളൂറുൽ ഖൽബ്, ഹൃദയ സാന്നിധ്യം വേണം.
ലിഖൗലി അലൈഹി സ്വലാത്തു വസ്സലാം ഉദുല്ലാഹ വ അൻതും മൂഖിനൂന ബിൽ ഇജാബ, ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ളവരായിട്ട് നിങ്ങൾ ദുആ ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസുണ്ട്. വഅലമു അന്നല്ലാഹ തആല ലാ യസ്തജീബു ദുആ മിൻ ഖൽബി ഗാഫിലിൻ ലാഹിൻ. അങ്ങനെയുണ്ട്. വഅലമു, നിങ്ങൾ അറിഞ്ഞോളൂ, അന്നല്ലാഹ തആല ലാ യസ്തജീബു, അല്ലാഹു തആല ഉത്തരം നൽകൂല, ദുആ ഒരു ദുആക്ക്, മിൻ ഖൽബിൻ ഗാഫിലിൻ, അശ്രദ്ധവാൻ്റെ കൽബിൽ നിന്നും, ലാഹിൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഹാവുലായി ആയിട്ട് ലക്ഷ്യമില്ലാതെ ദ്വാരക്കുന്ന ആളുടെ അല്ലാഹു തആല ഉത്തരം കൊടുക്കില്ല. അപ്പം നല്ല മൂക്കിനായ കൽബോടുകൂടെ ഹൃദയ സാന്നിധ്യത്തോടുകൂടെ അല്ലാഹു തആല തരുമെന്നുള്ള ദൃഢവിശ്വാസത്തോടുകൂടെ ആര് അള്ളാഹുവിലേക്ക് കരമുയർത്തിയോ അത് അല്ലാഹു തആല എന്താകൂല, നിഷ്ഫലമായി തട്ടുകയില്ല. ഫഖ്തലഫൽ മശായിഖു ഫി അന്നഹു ഹൽ യജൂസു അൻ യുഖാല ഇസ്തജാബു ദുആഉൽ കാഫിരി, കാഫിറിൻ്റെ ദുആക്ക് ഉത്തരം നൽകപ്പെടുമോ എന്ന വിഷയത്തിൽ മശായിഖുമാർ എന്ത് ചെയ്തിട്ടുണ്ട്, ചർച്ച നടത്തിയിട്ടുണ്ട്. ഫമനാഹുൽ ജുംഹൂർ പറഞ്ഞത് ഖൗലി തആല വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫി ളലാൽ, കാഫിരീങ്ങളുടെ ദുആക്ക വഴികേടിലാണ് എന്ന അർത്ഥം അവർ വെച്ചിട്ട് പറഞ്ഞു. അത് വെറുതെയാണ്, വേസ്റ്റാന്ന് പറഞ്ഞു. വലിയ അന്നഹുലാ ദുല്ലാ തആല, അള്ളാഹുൻ്റെ തുറക്കൂല, ലി അന്നഹുലാ അരിഫു, എനിക്ക് അള്ളാഹിനെ അറിയില്ല, വലിയ അന്നഹു വൈൻ അഖറ ബിഹി, അവൻ അള്ളാഹിനെ സമ്മതിച്ചാലും, ഫലമ്മ വസഫഹു ബിമാ ലാ യലിഖു ബിഹി, അള്ളാഹുവിനോട് ലായിക്കല്ലാത്തത് കൊണ്ട് അവൻ വസ്ഫ് ചെയ്തപ്പോൾ, നഖല ഇഖ്റാറഹു, അള്ളാഹുവിനെ ഇഖ്റാർ ചെയ്യുമെന്നുള്ളത് അവൻ എന്ത് ചെയ്ത്, പൊളിച്ച്. അപ്പോൾ അള്ളാഹുവിന് ശരീക്കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹിനെ അംഗീകരിച്ചത് പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇഖ്റാർ അവനെ സംബന്ധിച്ചില്ല. അപ്പോൾ ഒരു നിൽക്കുവാൻ്റെ ഈമാൻ സമ്പൂർണ്ണവുമല്ല. അമാറു ഫിൽ ഹദീസി അന്ന ദഅവത്തൽ മദ്ലൂമി വൈൻകാന കാഫിറൻ മുസ്തജാബത്തുൻ, കാഫിറാണെങ്കിൽ പോലും പീഡിതൻ്റെ ദുആക്ക് ഉത്തരമുണ്ട് എന്ന് പറഞ്ഞതോ, ഫമഹ്മൂലുൻ അലാ കുഫ്റാനി നിഅമത്തി, കുഫ്റാനു നിഅമത്തിൻ്റെ മേലിലാണ് ചുമത്തേണ്ടത്. അതായത് അള്ളാഹുവിൻ്റെ ദാത്ത് സിഫാത്തിനെ നിഷേധിച്ച് മുത്തുനബി കൊണ്ടുവന്നതിന് നിഷേധിച്ചു കൊണ്ടുള്ള കാഫിറല്ല, മറിച്ച് അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാതിരുന്ന ഹതഭാഗ്യവാനായ ഒരു മുഅ്മിനിനെ കുറിച്ചാണ് എന്ത് ചെയ്തത്, പറഞ്ഞത് എന്നതിൻ്റെ മേലിൽ എന്ത് ചെയ്യണം, ഹംല് ചെയ്യപ്പെടണം.